ഹായ് എവ്രി വൺ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുർത്ത സെറ്റ്സ് ആണ്. അപ്പോൾ ഇത് ഞാൻ വളരെ കാഷ്വൽ ആയിട്ട് പുറത്ത് പോകുന്ന നല്ല ഓഫീസ് വെയർ ആയിട്ടുള്ളൊരു കുർത്ത സെറ്റാണ്. പക്ഷേ ഇങ്ങനത്തെ ടൈപ്പ് മാത്രമല്ല, അല്ലാതെ കുറച്ചും കൂടി പ്രിറ്റി ടൈപ്പ്, കുറച്ചും കൂടെ അനാർക്കലി മോഡൽ, അതുപോലെ കോട്ട് സെറ്റ് പോലെ തോന്നിക്കുന്ന അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കുർത്ത സെറ്റ്സ് ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നോക്കി മെറ്റീരിയലൊക്കെ ഉറപ്പ് വരുത്തി ലൈക്ക് ക്വാളിറ്റി ആണെന്നൊക്കെ എൻഷുർ ചെയ്തിട്ട് അങ്ങനെയാണ് പൊതുവെ വീഡിയോസ് ചെയ്യാറ്. സോ മെറ്റീരിയൽ ക്വാളിറ്റി, വാഷ് കെയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആസ് ഐ ഷോ ദ പീസസ് അതിനോടൊപ്പം ഞാൻ ഷെയർ ചെയ്ത് പറയാം. ആൻഡ് ഓൾ ദി ലിങ്ക്സ് വിൽ ബി ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. യു ക്യാൻ ചെക്ക് ദറ്റ് ഔട്ട്. ഫസ്റ്റ് വൺ ഈ കുർത്ത സെറ്റാണ്. ബ്ലാക്ക് കളർ. ഇതിൻ്റെ പ്രിൻറ്റ് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഓർത്തു അത്ര ഭംഗിയൊന്നും കാണത്തില്ല, നേരിട്ട് വരും അത്ര ഓക്കെ ആയിരിക്കത്തില്ല. പക്ഷേ ഫോട്ടോ കണ്ടതോ അതിലും മനോഹരമായിട്ടാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് കൈ കിട്ടിയപ്പോൾ തോന്നിയത്. ഐ ലവ് ദ പ്രിൻറ്റ് ക്വാളിറ്റി. പിച്ച് ബ്ലാക്ക് കളറിലാണ് ഈ ഡിസൈൻ വരുന്നത്. ബോട്ടത്തിലും അതേപോലെ ഡിസൈൻ ഉണ്ട്. അതാണ് ഇതിൻ്റെ ഭംഗി. സ്ട്രെച്ചബിൾ പാൻറ്റാണ്. ഒരു വിസ്കസ് മെറ്റീരിയലാണ്. സോ അയൺ ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വെരി കംഫർട്ടബിൾ. സ്ലീവ് ആണെങ്കിലും കുറച്ച് ലൂസ് ഫിറ്റിംഗ് പോലെയാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ യൂഷ്വൽ എക്സൽ സൈസാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്നക്ക് ഫിറ്റ് വേണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ മേ ബി 1 size ഡൗൺ ഫോർ ദിസ് പർട്ടിക്കുലർ ബ്രാൻഡ്. എന്തായാലും ഭയങ്കര പ്രിറ്റി ആയിട്ട് തോന്നി. ഇതിൻ്റെ 2-3 കളേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ബ്ലാക്കിൽ ഈ ഡിസൈൻസ് വരുന്നതാണ് നല്ല എടുത്ത് കാണുന്നത്. ഓഫീസ് വെയർ ആയിട്ടോ കോളേജ് വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് വെരി കംഫർട്ടബിൾ ടു വെയർ ആൻഡ് ദ കളർ ഇസ് ഓൾസോ ബ്യൂട്ടിഫുൾ. ഒരു ഇങ്ങനത്തെ ട്രഡീഷണൽ പോലത്തെ ജ്വല്ലറി ഒക്കെ ഇട്ട് ഒരു കോൺട്രാസ്റ്റ് ബാഗും മറ്റേ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ചെരുപ്പൊക്കെ ഇടുകയാണെങ്കിൽ ഈ ലുക്ക് ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നോട്ട് യുവർ റെഗുലർ കൈൻഡ് ഓഫ് എത്നിക് ലുക്ക്, ബട്ട് ദിസ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ. ദ സെക്കൻഡ് വൺ ദാറ്റ് ഐ പിക്ഡ് ദിസ് ഇസ് പിങ്ക് കുർത്ത സെറ്റ്. ഇത് കോട്ടൺ മെറ്റീരിയലാണ്. ഇതിൻ്റെ കളറും ആ ഡിസൈനും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എടുത്തത്. പിങ്ക് മെറ്റീരിയലിൽ വൈറ്റ് ഫ്ലവേഴ്സ് ഡ്രോൺ അല്ല, അതിൽ പ്രിൻ്റ് തന്നെയാണ്. നെക്കിൽ ലേസ് വർക്ക് ഉണ്ട്, കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഈ ഹെമ്മിലായിട്ട്, ടോപ്പിൻ്റെ ഹെമ്മിലായിട്ടും വരുന്നുണ്ട്. ഇത് അനാർക്കലി പാറ്റേൺ അല്ല. ആവശ്യത്തിനുള്ള ലെങ്ത് ഉണ്ട്. എൻ്റെ ഹൈറ്റ് 5'8" ആണ്. സോ അത് വെച്ച് നിങ്ങൾക്ക് ഗസ് ചെയ്യാം. ഷോൾ ആണെങ്കിലും ഈസി ബ്രീസി ഒരു ബ്യൂട്ടിഫുൾ പിങ്ക് കളർ ഷോൾ. ബോട്ടത്തിന് അടിയിലൊരു വർക്ക് വരുന്നുണ്ട് ടോപ്പുമായിട്ട് യോജിക്കുന്ന രീതിയിൽ. ആൻഡ് ഇലാസ്റ്റിക്കേറ്റഡ് ബോട്ടമാണ്. വെരി ബ്യൂട്ടിഫുൾ കളർ. കാണുമ്പോൾ തന്നെ ആഹാ, കണ്ണിന് എന്തൊരു കുളിർമ. കോട്ടൺ ആയതുകൊണ്ട് ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഈ ഷോള് ഒറ്റ ലെയറായിട്ട് സൈഡായിട്ടോ അല്ലെങ്കിൽ നെക്ക എങ്ങനെ വേണമെങ്കിലും ഇടാം. എങ്ങനെ ഇട്ടാലും ദ ഷോൾ കോംപ്ലിമെൻറ്റ്സ് ദ ലുക്ക്. ഈ ഉടുപ്പിന് ഷോള് ഇല്ലാതെ ഇടുന്നതിനേക്കാൾ ദുപ്പട്ടയും കൂടെ ചേർത്തിടുന്നത് തന്നെയാണ് ഭംഗി എന്നാണ് തോന്നിയത്. ഞാനിവിടെ ഇട്ടിരിക്കുന്നത് ആക്ച്വലി 1 size അപ്പാണ്. അതുകൊണ്ട് എനിക്ക് ബാക്ക് സൈഡൊക്കെ ഇച്ചിരി ലൂസാണോ എന്ന് ഡൗട്ടുണ്ട്. വേണമെങ്കിൽ ടക്ക് ഇടണമെങ്കിൽ ലൈക്ക് ഡോട്ട് ഇടണമെങ്കിൽ വേണമെങ്കിൽ ഇടാം. ബട്ട് ഈ പർട്ടിക്കുലർ ബ്രാൻഡ് റൈത്രാസ് ആണ്. ഈ ബ്രാൻഡിന് എപ്പോഴും 1 size അപ്പ് പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. എസ്പെഷ്യലി ഇഫ് യു ആർ ലിറ്റിൽ ബൾക്കി അറൗണ്ട് ആംസ് ഒക്കെ കുറച്ച് ബൾക്കി ആണെങ്കിൽ ദെൻ 1 size അപ്പ് പോവാം. കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിളാണ് ഇടാനായിട്ട്. ഒരു യാത്രയ്ക്കൊക്കെ പോകുമ്പോഴൊക്കെ ഐ ക്യാൻ ടോട്ടലി സീ മൈസെൽഫ് വെയറിങ് ദിസ്. പിന്നെ ഭയങ്കര എഫേർട്ട്ലെസ്ലി പ്രിറ്റിയാണ് ബിക്കോസ് ഓഫ് ദ കളർ. അതുപോലെ റൈത്രാജിൻ്റെ വേറെ ഒരെണ്ണം ഞാൻ പിക്ക് ചെയ്തത് ഈ കുർത്ത പാൻറ്റ് സെറ്റാണ്. അതിൽ ദുപ്പട്ട വരുന്നില്ല. വീനക്ക് അനാർക്കലി കുർത്ത ആണ്. പാൻറ്റ് ഇസ് ഇൻ ഇലാസ്റ്റിക്കേറ്റഡ് വൺ. ഇത് ഞാൻ കുറച്ച് നാളായിട്ട് ഈ പ്രിൻറ്റ് കാണുന്നുണ്ട് ചില ഡ്രസ്സുകളിലൊക്കെ. പക്ഷേ ഒരു ക്യൂരിയോസിറ്റി തോന്നിയിട്ടാണ് ഞാൻ വാങ്ങി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് ഫ്രണ്ടിലും ബാക്കിലും പ്രിൻ്റുള്ള കുർത്തകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതിലങ്ങനെയാണ്. ഫ്രണ്ടിൽ പൂക്കൾ മേലേക്കും ബാക്കിൽ പൂക്കൾ താഴേക്കുമാണ്. ബട്ട് ഓണസ്റ്റ്ലി അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല. ദ പ്രിൻറ്റ് ഇസ് നൈസ്. ദ ഫിറ്റ് ഇസ് റിയലി ഗുഡ്. ഭയങ്കര കംഫർട്ടബിളാണ് ഇടാനായിട്ട്. ഓഫീസ് വെയർ ആയിട്ടോ കോളേജ് വെയർ ആയിട്ടോ ഒക്കെ തന്നെയും യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ എനിക്കൊന്ന് വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ബാഗ് ആൻഡ് വൈറ്റ് ഫുട്ട് വെയർ നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ മെറൂൺ ബാഗ് ആൻഡ് മെറൂൺ ഫുട്ട് വെയർ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. അത്യാവശ്യം ക്യൂട്ടായിട്ട് ഒരുങ്ങാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഡ്രസ്സാണ്. കോട്ടൺ ആയതുകൊണ്ടും അത്ര തന്നെ കംഫർട്ടബിൾ ആയതുകൊണ്ടും ഒരു പെട്ടെന്ന് ഇങ്ങനെ അലമാരി തുറന്ന് എടുത്തിട്ടുണ്ട് പോലെ അങ്ങനത്തെ ടൈപ്പ് ഒരു ഡ്രസ്സാണിത്. ദ നെക്സ്റ്റ് വൺ ഇസ് ദിസ് കോട്ട് സെറ്റ്. ഞാനത് കോട്ടൺ ഇൻഡിഗോ എന്ന് വിചാരിച്ചു ആദ്യം, പക്ഷേ നോ, ഇറ്റ്സ് വിസ്കസ് മെറ്റീരിയൽ വിച്ച് ഇസ് വെരി നൈസ്. ഫ്രണ്ടിൽ ബട്ടൺ ആണ് വരുന്നത് ആൻഡ് പാൻറ്റ് ഇലാസ്റ്റിക്കേറ്റഡ് പാൻറ്റാണ്. സോ ഇതിൻ്റെ സൈസിൻ്റെ കാര്യം പറഞ്ഞാൽ വേണമെങ്കിൽ 1 size അപ്പ് എടുക്കാം ഇഫ് യു വാണ്ട് കുറച്ചും കൂടി ലൂസ് ഫിറ്റിംഗ്. അതല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ യർ റെഗുലർ സൈസ്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. എനിക്ക് ഈ അടുത്ത കാലത്തായിട്ട് ഒരു കോട്ട് സെറ്റ് വട്ട് കയറിയിട്ടുണ്ട്. സ്ലീവ്ലെസ് ആയിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷ്രഗിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇറ്റ് ലുക്സ് ഫൈൻ എന്ന് എനിക്ക് തോന്നി. ഓഫീസിലൊക്കെ ഡിപ്പെൻഡിങ് ഓൺ ഒബ്വിയസ്ലി ദ കൈൻഡ് ഓഫ് ഓഫീസ് യു ആർ വർക്കിംഗ് അറ്റ്, ഓഫീസ് വെയർ ആയിട്ടൊക്കെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഈസി ബ്രീസി ആയിട്ട് ഇട്ടുകൊണ്ടങ്ങ് പോകാം. തേച്ചൊന്നും മെനക്കെട്ടേണ്ട കാര്യമില്ല. ആൻഡ് പ്രിൻ്റ് ആണെങ്കിലും ബ്ലൂ ആണ്. സോ ഇറ്റ്സ് ഒരു കോട്ട് സെറ്റാണ്. നൈറ്റ് വെയർ ലുക്കല്ല, സ്റ്റൈലിഷ് ആണ്. വൈറ്റ് ഫുട്ട് വെയർ, വൈറ്റ് ബാഗ് അങ്ങനെയാണെങ്കിൽ നല്ല വൃത്തിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ല ഷീക്ക് ലുക്കായിരിക്കും തരുന്നത്. ആൻഡ് വേസ്റ്റിൻ്റെ അവിടെ ഒരു ഒതുക്കവും. അപ്പോൾ കുറച്ച് ഹിപ്പുള്ള ആൾക്കാർ ഇഫ് യു ആർ എ ബിറ്റ് കോൺഷ്യസ് അബൌട്ട് ഇറ്റ് ദെൻ ഈ ഒരു ഫിറ്റ് നിങ്ങൾക്ക് ഭയങ്കര പ്രിറ്റി ആയിരിക്കും. ഐ ലവ് ഇറ്റ്.
നെക്സ്റ്റ് വൺ ഇൻഡോവറയാണ്. ഇത് റെഗുലർ എക്സൽ സൈസ് ആണ്, പക്ഷേ എനിക്ക് കുറച്ച് ലൂസ് ഫിറ്റിംഗ് പോലെ തോന്നി, വേണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ 1 സൈസ് ഡൗൺ. ഫ്രണ്ടിൽ ഇങ്ങനെ പിൻ ടക്ക് ഡിസൈൻ വരുന്നുണ്ട്. നല്ലൊരു കോട്ടൺ റയോൺ മെറ്റീരിയലാണ്. അതിലിങ്ങനെ സീക്വൻസ് ഉണ്ട്. ആൻഡ് ബോട്ടത്തിലും ടോപ്പിലും ഒക്കെ ഈ എംബ്രോയ്ഡറി പാച്ച് വർക്ക് ആയിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് നോട്ട് ഡ്രോയിങ്, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്തല്ല, അതുകൊണ്ട് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. പാൻറ്റും ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതൊരു കുറച്ചും കൂടി ഒരു മോഡസ്റ്റ് കോട്ട് സെറ്റാണ്, കാരണം ഹിപ്പ് ഏരിയ ഒക്കെ നന്നായി കവർ ചെയ്ത് നിൽക്കും. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ലൂസാണ്, പക്ഷേ അതതിൻ്റെ സ്റ്റൈലാണെന്ന് വേണമെങ്കിൽ കരുതാം. ഇഫ് യു വാണ്ട് യു ക്യാൻ ഗോ ഫോർ 1 സൈസ് ഡൗൺ. ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് യാത്ര അല്ലെങ്കിൽ ട്രെയിൻ യാത്രയൊക്കെ നിങ്ങൾക്ക് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടിരിക്കണം, ഒരു ലെഗിങ്സ് ഒന്നും വേണ്ട, യു വാണ്ട് ലുക്ക് സ്റ്റൈലിഷ് ബട്ട് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ വെയർ. വാഷ് ചെയ്യുമ്പോൾ ഇത് എപ്പോഴും തിരിച്ചിട്ട് വാഷ് ചെയ്യുക. ആൻഡ് മെഷീൻ വാഷിന് സ്യൂട്ടബിൾ ആയിരിക്കത്തില്ല, അത് കെയർഫുൾ ആയിരിക്കുക, ബിക്കോസ് ഓഫ് ദ ഒബ്വിയസ്ലി ദ എംബ്രോയ്ഡറി പാച്ചസ്. ബട്ട് അത് നമുക്ക് സ്വയം മാനേജ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇറ്റ് ലുക്സ് റിയലി പ്രിറ്റി. ഒറ്റ കളറിലേ ഞാൻ കണ്ടുള്ളൂ. ഇഫ് ദർ ആർ മോർ കളേഴ്സ് ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ഗോൾഡൻ ജ്വല്ലറി തന്നെയാണ് ഇതിന് മാച്ച് ആയിട്ടെന്ന് എനിക്ക് തോന്നി. ലൈക്ക് ഇത് ബ്രാസ് ജ്വല്ലറിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഗോൾഡൻ ഓർ റോസ് ഗോൾഡ് ജ്വല്ലറി ഇതിന് പക്ക ആയിരിക്കും, ഫുട്വെയറും ബാഗും ഒക്കെ. ദാറ്റ് ഇസ് ഹൗ ഐ മൈറ്റ് സ്റ്റൈൽ ദിസ് വൺ. വെരി കംഫർട്ടബിൾ. ഞാൻ ആദ്യം ഇട്ടിരുന്ന കുർത്ത സെറ്റാണിത്. ഇന്നത്തെ സിംപ്ലസ്റ്റ് ഡിസൈൻ ആയിരിക്കും ഇത്. ദിസ് ഇസ് ലൈക്ക് പക്ക ഇട്ടുകൊണ്ട് അങ്ങ് ഓഫീസിൽ പോവുക അല്ലെങ്കിൽ കോളേജിൽ പോവുക, ആൻഡ് ദാറ്റ്സ് ദാറ്റ്. കോട്ടൺ മെറ്റീരിയൽ, 100% കോട്ടൺ ആണ്. ഇതിൻ്റെ 3-4 കളേഴ്സ് അവൈലബിൾ ആണ്. എനിക്ക് ഈ ബ്ലൂ ആൻഡ് റെഡ് ഭയങ്കര ക്ലാസിക് കോമ്പിനേഷനാണ്. ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ബാൻഡ് ഉള്ളൊരു ബോട്ടം. യുണീക്ക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എൻ്റെ ഫിറ്റിംഗ് ഭയങ്കര നല്ലതായിട്ട് തോന്നി. ആൻഡ് എനിക്ക് ഇട്ടിപ്പോൾ തന്നെ ഇങ്ങനെ ഓഫീസിലിടണം വേണം, അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഒരു സിമ്പിൾ ഇയറിങ്സും ഒരു ബാഗും, ഈ മെറൂൺ കളർ ബാഗും ഒരു മെറൂൺ ഫുട്വെയറും ഒക്കെ ആയിട്ട് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഞാൻ 1 സൈസ് അപ്പ് ആണ് എടുത്തിരിക്കുന്നത്. യൂഷ്വലി ഞാൻ എക്സൽ ആണ്, ഇത് അതിനൊരു സൈസ് മേലെയാണ് ഇട്ടിരിക്കുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ ഫിറ്റ്. എനിക്ക് പാൻറ്റ് കുറച്ച് ലൂസ് ഫിറ്റിംഗ് ആയിട്ട് കിട്ടണം, അതുകൊണ്ട് പലപ്പോഴും ഞാൻ ടോപ്പ് ഒരു സൈസ് അപ്പ് ഹയർ എടുത്തിട്ട് ചിലപ്പോൾ ഒന്ന് ഓൾട്ടർ ചെയ്യും. ഞാൻ ടോപ്പൊന്നും ഓൾട്ടർ ചെയ്തിട്ടില്ല. സോ ദിസ് ഇസ് ദ ഫിറ്റിംഗ്. ഐ ലവ് ദിസ് വൺ. എനിക്ക് നാളെ തന്നെ എന്തായാലും ഓഫീസിലിടാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ലോങ് മാലയൊക്കെ ഇട്ടാലും ഭംഗിയായിരിക്കും, പക്ഷേ ഓൾറെഡി ടോപ്പിലെ പ്രിൻറ്റ് കുറച്ച് ലൗഡാണ്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഒരുപാട് ആക്സറി ഒന്നും ഇടാതെ തന്നെ ഒരു സിമ്പിൾ വാച്ചും ഒരു മെറൂൺ കളർ ബാങ്കിളും അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ ആ ഒരു ലുക്ക് കറക്റ്റാവും. ടോപ്പിൽ ഒരു പോക്കറ്റ് ഉണ്ട്, ദാറ്റ് ഇസ് ഓൾസോ നൈസ്. ഓവറോൾ വെരി കംഫർട്ടബിൾ ടു വെയർ. ഇപ്പോൾ ന്യൂ കുർത്ത സെറ്റ്സ് എപ്പോൾ വാങ്ങിക്കുമ്പോഴും ഞാൻ ഒരു വട്ടം ചിലപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കും, ഒരു ഡബിൾ സ്റ്റിച്ച് പോലെ, ജസ്റ്റ് ബി ഷുവർ. അപ്പോൾ അത് നിങ്ങളും ട്രൈ ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. വി വിൽ മീറ്റ് അഗൈൻ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.